ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളിലേക്കും അതുപോലെ തന്നെ അടുക്കള വിശേഷങ്ങളും കടയിലെ വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്ന് രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ. അപ്പം ഇന്ന് അടുക്കളയിലത്തെ പണികളൊക്കെ കുറച്ച് പതുക്കെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ മോൾക്ക് ലീവാണ് കേട്ടോ. ലീവെന്ന് പറഞ്ഞാൽ മോൾക്ക് എന്ത് പറ്റിയെന്നറിയോ, കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയപ്പോൾ അവൾ ഓടിക്കളിച്ചതാണ്. ഓടിക്കളിച്ചപ്പോൾ എന്തായി, കാല് തെറ്റി വീണു. കാലൊന്നും മടങ്ങിട്ടോ, കാൽപാദം അങ്ങനെ ഇത്തിരി ഒരു ചതവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ വിളിക്കാൻ പോയിട്ടോ. ഏട്ടൻ അന്ന് ലീവായിരുന്നു, നമ്മൾ ടൂറൊക്കെ പോയി വന്ന അപ്പോഴായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഫോൺ വന്നു കേട്ടോ. ടീച്ചർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അനാമിക വീണു എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഐസൊക്കെ വെച്ച് കാലിൽ വെച്ച് മസാജ് ചെയ്ത് കൊടുത്തിരിക്കണു. അപ്പോൾ കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. പിന്നെ ഏട്ടൻ വിളിക്കാൻ പോയപ്പോൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് തന്നെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എല്ലിൻ്റെ ഡോക്ടർ. പിന്നെ അവിടെയൊക്കെ കാണിച്ച് വന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചതവാണ്, എല്ലിനൊന്നും പറ്റിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ മരുന്നൊക്കെ തന്നു. പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് റെസ്റ്റിലാണ് കേട്ടോ. അപ്പം ഇന്ന് മോള് വീട്ടിലുണ്ട്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു ഇതുണ്ട്, വേദനയൊക്കെ ഉണ്ട് അത്ര. അപ്പോൾ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വിടാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മെല്ലെയാണ് കേട്ടോ, രാവിലത്തെ തിരക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഷോപ്പൊക്കെ തുറന്നു വെച്ചു. പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വന്നു. പിന്നെ തൊടിയിൽ നോക്കുമ്പോണ്ട് കുറേ മാങ്ങ വീണ് കിടക്കണം കേട്ടോ. നമ്മുടെ മാവ് മരമില്ലേ, പൂത്തിട്ടുണ്ട്, നിറയെ പിഞ്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഒന്നും മരത്തിൽ നിൽക്കണില്ല, എല്ലാം ചെറുതിൽ തന്നെ എല്ലാം കൊഴിഞ്ഞ് വീഴുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ എടുത്ത് എന്തായാലും ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ മാങ്ങകളൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നിറയെ മാങ്ങകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും മാങ്ങയുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വലുതാവുന്ന മാങ്ങയാണ് കേട്ടോ, മൽഗോവ എന്ന് പറയും, ആ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതാ കുറേ എണ്ണം വലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ മുറിച്ച് ഉപ്പിലിടണം കേട്ടോ. അത് പിന്നെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് തലയിൽ എണ്ണയൊക്കെ ഒന്ന് തേച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ എണ്ണ തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തേച്ച് വെച്ച് അങ്ങനെ കെട്ടി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പോയി കുളിക്കാൻ വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും മോൾക്ക് കോൺഫ്ലെക്സിലെ ചോക്കോസ് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാലിട്ട് വേണം പറഞ്ഞിട്ട് ഞാനിപ്പോൾ അത് പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മോൾക്ക് വേണം പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കൊടുത്തിട്ട് വരാം. ഇത് കുറച്ചെടുത്തിട്ട് പിന്നെ ഇതിലിത്തിരി ചൂട് പാൽ ഒഴിച്ചിട്ട് കഴിക്കും കേട്ടോ. ഇത് അവൾക്ക് ഇടയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ അത് വാങ്ങി വയ്ക്കും, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാൽ പിന്നെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, രാവിലെ എണീറ്റതൊരു വിശപ്പുണ്ടാവുമല്ലോ, ഇവളാണെങ്കിൽ ചായയും കുടിക്കില്ലല്ലോ. അപ്പോൾ അതെങ്കിലും കഴിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ അത് കൊടുത്തു. ഇതാട്ടോ മോളുടെ കാര്യം കണ്ടില്ലേ, ഈ സംഭവം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ടൈറ്റായിട്ട്. അപ്പോൾ നടക്കാൻ ഇത്തിരി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം റെസ്റ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ബസ്സിലൊന്നും കയറാൻ പറ്റില്ലല്ലോ, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്തായാലും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ എന്തായാലും ബസ്സിൽ പോകാൻ പറ്റില്ല. ചേച്ചിമാരുടെ പിള്ളേരുണ്ട്, അവരെ എന്തെങ്കിലും ഏൽപ്പിക്കണം, വിളിച്ചിട്ട് വരാനും പിന്നെ അതുപോലെ കൊണ്ടുവന്നാക്കാൻ. രാവിലെ വിളിച്ചിട്ട് പോകാനും പിന്നെ വൈകുന്നേരം വിളിച്ചിട്ടും വരണമല്ലോ. ഏട്ടനാണെങ്കിൽ അവിടെയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആരെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ. എന്തായാലും ഇപ്പോൾ 2 ദിവസം ലീവല്ലേ, അത് കഴിഞ്ഞിട്ട് തന്നെ പറഞ്ഞു വിടുള്ളൂ. പിന്നെ അതപ്പോൾ രാവിലേക്കുള്ള സാമ്പാറിൻ്റെ പണികളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ്. അപ്പോൾ സാമ്പാർ വെച്ച് ഒറ്റ പണിയായല്ലോ, ഉച്ചയ്ക്കുള്ള നമുക്ക് ചോറിനും ആയി, പിന്നെ അതുപോലെ തന്നെ ദോശയ്ക്കും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ കുക്കറിൽ തന്നെ കേട്ടോ ഞാൻ വെക്കുന്നത്, കുക്കറിൽ തന്നെ എല്ലാം ഇട്ടിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. നമ്മൾ ടൂറൊക്കെ പോയി വന്ന് പിന്നെ തിങ്കളാഴ്ച ഏട്ടൻ ലീവായിരുന്നു കേട്ടോ. പിന്നെ അന്ന് മോൾ സ്കൂളിൽ പോയി, അന്നാണ് ഇപ്പോൾ ഈ സംഭവം കാര്യം ഇങ്ങനെ തെറ്റിയത് കേട്ടോ.
അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം സാമ്പാറൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ദോശ ഉണ്ടാക്കണ പണിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദോശ ഉണ്ടാക്കി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബാക്കിയുള്ളത് നോക്കാൻ വിചാരിച്ചു. ഷോപ്പ് പിന്നെ നേരത്തെ തുറന്നു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമില്ല. കാരണം ചേച്ചി എണിച്ചിട്ടില്ല കേട്ടോ, സമയമാവും. അപ്പോൾ ഷോപ്പിൽ പിന്നെ ആരെങ്കിലും വന്നാൽ പിന്നെ അവിടെ കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്ക് കേൾക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കാത്തത് കേട്ടോ. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ ഫാമിലി വ്ളോഗും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം, അപ്പോഴേ നമുക്കിനിയും വീഡിയോസൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു, ഇതാ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങയൊന്നും ഒഴിച്ചില്ല, കുറച്ചധികം പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തേങ്ങയൊന്നും ഒഴിച്ചില്ല. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി കഷ്ണങ്ങളെന്ന് വെച്ചാൽ കുമ്പളങ്ങി, ഉരുളക്കിഴങ്ങ്, തക്കാളി അത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോൾ കുറേ പച്ചക്കറിയും കൊണ്ട് മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി വന്നിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു കേട്ടോ. അതൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ, ഇന്നലെ ഹർത്താലായിരുന്നു, അതുകൊണ്ട് പച്ചക്കറി ഒന്നും അധികം കിട്ടിയില്ല. ചീരയാണ് കൂടുതലുണ്ടായിരുന്നത്, പിന്നെ മത്തൻ ഉണ്ടായിരുന്നു, പിന്നെ ചൊരയ്ക്കാന്ന് പറയില്ല ഒരു സാധനം, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് രണ്ടുമാണ് വാങ്ങിച്ചത്, മത്തനും അത്. പിന്നെ ചീര വേണ്ട പറഞ്ഞു കേട്ടോ, മോള് ചീര കണ്ടപ്പോൾ തന്നെ ചീര വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഈ 2 സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ അതിന് ശേഷം ഉച്ചയായി പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കണം ചേച്ചിക്ക് അത് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മൾ രാവിലെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാങ്ങ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒപ്പുവാക്കി ഇത് മുറിക്കണ്ടേ, 2ആയി കീറി പിന്നെ ചെറിയ പീസുകളാക്കിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. കുറച്ച് പച്ചമുളകും കീറിയിട്ട് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുക, അത് ചെയ്യണമല്ലോ. അപ്പോൾ മാങ്ങയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ മാങ്ങകളുണ്ട് കേട്ടോ, ഇതൊക്കെ നല്ല വലിപ്പമാവണ മാങ്ങകളാണ്. മൽഗോവയാണ് കേട്ടോ, മൽഗോവ നല്ല മധുരമാണ്. പക്ഷെ എന്താണെന്നറിയോ, പെട്ടെന്ന് നമ്മൾ വലിച്ചിട്ട് പഴുപ്പിക്കാൻ വെക്കണം, താഴെ വീഴാണ്ട്. താഴെ വീണുണ്ടല്ലോ അതങ്ങനെ കേടുവന്ന് പോവും, ആ ഭാഗത്ത് അങ്ങനെ പുഴു വരും കേട്ടോ. പിന്നെ നമ്മൾ പഴുപ്പിക്കാൻ വെച്ചാലും ആ സൈഡ് ഫുള്ളായിട്ട് പുഴുവന്ന് അങ്ങനെ കേടുവന്ന് പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ താഴെ വീഴാണ്ട് ചെനഞ്ഞതും വലിച്ച് നമ്മൾ പഴുപ്പിക്കാൻ വെക്കണം, അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ഞാനിതൊന്ന് മുറിച്ച് ഉപ്പിലിടട്ടെ കേട്ടോ. ഇതാ 2 പേരും അവിടെ ഉറങ്ങുകയാണ്. ഉച്ചയാണ് സമയം കേട്ടോ, 3 മണിയായി. അപ്പം ഞാൻ എന്തായാലും ഷോപ്പിൽ ആളുമില്ലല്ലോ, അപ്പോൾ ഉമ്മർത്ത് പോയിരുന്നിട്ട് അതൊക്കെ ഒപ്പാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് അവിടെ ഉമ്മർത്ത് സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് കേട്ടോ മാങ്ങയൊക്കെ നേരാക്കണേ. അപ്പോൾ അത് കുറേ ചതഞ്ഞതും പിന്നെ കുറച്ച് വാടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ണിമാങ്ങ എന്നൊക്കെ പറയില്ലേ, ആ ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലിയ മാങ്ങയല്ല, അങ്ങനെ ഇടയിലുള്ളൊരു സൈസാണ് കേട്ടോ. ഒക്കെ വീണിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് തന്നെ മാങ്ങകളൊന്നും മരത്തിൽ നിൽക്കണേ ഇല്ല കേട്ടോ, ഒക്കെ വീഴുകയാണ്. നല്ല വലിപ്പമാണ് മാങ്ങയാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇതൊക്കെ വീഴുന്നത് കൊണ്ട് തന്നെ മരത്തിൽ കുറവാണ് മാങ്ങ. ചെറുതിലേ ഇങ്ങനെ വീണാൽ പിന്നെ നമുക്ക് വലുതായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ ഒന്ന് ഉപ്പിലിടാം കേട്ടോ, വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ചോറിനൊക്കെ ഇടയ്ക്ക് കഴിക്കാമല്ലോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി വൃത്തിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ പണി, മെയിനായിട്ടുള്ള പണി ഇന്ന് അതാണ് കേട്ടോ. മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് പിന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അച്ചാറിട്ടതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ, മാങ്ങ അച്ചാർ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ നല്ല ടേസ്റ്റായിട്ട് അച്ചാറിടും കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്ത് അച്ചാറിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ മാങ്ങ വലിച്ചിട്ട് വേണം അച്ചാറിടാനായിട്ട്, അത് മേലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ തോട്ടിയില്ല, വലിയൊരു തോട്ടി വേണം കേട്ടോ. അറ്റത്താണ് ഇത്തിരി മാങ്ങയൊക്കെ നിൽക്കണതേ. അപ്പോൾ വലിയ തോട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വലിക്കാം. അപ്പോൾ അത് വലിച്ചിട്ട് വേണം ഇനിയിപ്പോൾ അച്ചാറിട്ട് കൊടുക്കണം നമുക്ക്. പിന്നെ ഞാൻ കടയിൽ നിന്ന് ഒരു ഇത്തിരി ഡാമേജുള്ള ഭരണി എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാൻ ഭരണിയല്ലേ നല്ലത്. അപ്പോൾ ഇത് ആണെങ്കിൽ കസ്റ്റമർ വാങ്ങിക്കില്ല, ഇത്തിരി ഡാമേജുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടുക്കളയ്ക്ക് എടുക്കും കേട്ടോ. നമുക്കിപ്പോൾ അതൊക്കെ മതിയല്ലോ ഉപയോഗിക്കാൻ, കുഴപ്പമില്ല. അത് കാണുമ്പോൾ കണ്ടില്ല, കംപ്ലൈൻ്റ് ഒന്നും അറിയില്ല, ഉള്ളിൽ ചെറുതായിട്ടൊരു ഇതുള്ളൂ കേട്ടോ. എന്നാലും കസ്റ്റമർക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനതിനെടുത്തിട്ട് ഈ മാങ്ങ നിറയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്തായാലും ഇതിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കുറച്ച് പച്ചമുളകും കീറിയിട്ടു, പിന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായി കഴുകിയ ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ചുവിടാം കേട്ടോ, അല്ലെങ്കിൽ കേട് വരില്ല. കുറച്ച് ദിവസം നമ്മൾ എടുത്ത് വെക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പുളിപ്പൊക്കെ കൂടി നല്ല ടേസ്റ്റാണ്. മാങ്ങ ഇഷ്ടമില്ലാത്തവർ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. മാങ്ങ എല്ലാവർക്കും പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാവും കേട്ടോ. പച്ചമുളകും നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഒഴിച്ചല്ലേ, മാങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണമില്ലേ, നല്ലൊരു മണമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ തോന്നും. പിന്നെ നമ്മളിതാ വിനാഗിരി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് നാളേക്ക് കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നാളേക്ക് 2 ദിവസം കഴിഞ്ഞ് സൂപ്പറായിരിക്കും കേട്ടോ. ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഇവിടെ അതാണ് കേട്ടോ പണി. ഇങ്ങനെ മാങ്ങ സീസൺ ആയാൽ ഉപ്പിലിട്ട മാങ്ങയില്ലേ പ്ലേറ്റിലെടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മൂടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മണ്ണിൻ്റെ മൂടി എടുത്തിട്ട് വന്നിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ വെച്ചിട്ട് അതിന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പിലിടൽ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഷോപ്പ് അടയ്ക്കുകയാണ്. 8 മണിയായിട്ടോ സമയം. അപ്പോൾ 8 മണിയായി. അപ്പോൾ ഷോപ്പൊക്കെ ഒന്ന് അടയ്ക്കണം. പിന്നെ അടുക്കളയിൽ ഇനിയിപ്പോൾ രാത്രിക്ക് ചോറൊന്നും ബാക്കിയില്ല കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് രാത്രിക്ക് ദോശയാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഇന്ന് ദോശയാണ്. അല്ലെങ്കിൽ കണ്ണം ചേച്ചി മാത്രമേ ദോശ കഴിക്കുള്ളൂ, ഞങ്ങൾ ചോറാണ് കഴിക്കുക. അപ്പം ഇന്ന് പിന്നെ ചോറ് തികഞ്ഞില്ല കേട്ടോ. വൈകുന്നേരത്തേക്ക് ബാക്കി ഉണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് അളവായിപ്പോയി. അപ്പോൾ ഞങ്ങളിന്ന് ദോശ കഴിക്കാൻ വിചാരിച്ചു. സാമ്പാറും ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇന്ന് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണം ചേച്ചീനെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു കേട്ടോ. ഷുഗർ കൂടുതലായതുകൊണ്ടേ ആൾക്ക് ശരീരം അനങ്ങണില്ലല്ലോ. പണികളെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള പണികൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ശരീരം അനങ്ങണേയില്ല. അപ്പോൾ എക്സസൈസ് എങ്കിലും ചെയ്ത് ഷുഗർ കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കാനിതാ ഞങ്ങൾ ഹാളിലിരുന്നാണ് കേട്ടോ കഴിക്കണേ. കണ്ണം ചേച്ചി പിന്നെ അടുക്കളയിലിരുന്നേ കഴിക്കുള്ളൂ കേട്ടോ. അതങ്ങനെ ശീലമായി. അപ്പോൾ അടുക്കളയിലിരുന്ന് മാത്രമേ കഴിക്കുള്ളൂ ആൾ. അപ്പോൾ ഞങ്ങൾ ഇതാ ഹാളിൽ ടിവിയും കണ്ടുകൊണ്ടിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.